भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ ഷഡ്പഞ്ചാശത്തമോऽധ്യായ. ശ്രീശുക ഉവാച. സത്രാജിതസ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷ സ്യമന്തകേന മണിനാ സ്വയമുദ്യമ്യ ദത്തവാൻ. രാജോവാച. സത്രാജിത കിമകരോൽ ബ്രഹ്മൻ കൃഷ്ണായ കിൽബിഷം സ്യമന്തക കുതസ്തസ്യ കസ്മാദ്ദത്താ സുതാഹരേ. ശ്രീശുക ഉവാച. ആസീൽ സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഖാ പ്രീതസ്തസ്മൈ മണിം പ്രാതാൽ സൂര്യസ്തുഷ്ടസ്യ മന്തകം. സതം ബിഭ്രന്മണിം കണ്ഠേ ഭ്രാജമാനോ യഥാരവി പ്രവിഷ്ടോ ദ്വാരകാം രാജൻ തേജസാ നോപലക്ഷിത. തം വിലോക്യ ജനാദൂരാ തേജസാ മുഷ്ടദൃഷ്ടയാ ദിവ്യതേക്ഷൈ ഭഗവതേ ശശംസു സൂര്യശങ്കിത. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന. ഏഷ ആയാതി സവിത ത്വാം ദിദൃക്ഷുർജഗത്പതേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി തിക്മഗു. നന്വിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുധർഷഭ ജ്ഞാത്വാദ്യ ഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജ പ്രഭോ. ശ്രീശുക ഉവാച. നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചന പ്രാഹനാസൗ രവിർദേവ സത്രാജിന്മണിനാ ജ്വലൻ. സത്രാജിത് സ്വഗൃഹം ശ്രീമത് കൃതകൗതുകമംഗളം പ്രവിശ്യ ദേവസദനെ മണിം വിപ്രൈർന്യവേശയൽ. ദിനേ ദിനേ സ്വർണഭാരാനഷ്ടൗ സഹസ്രവതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാധിവ്യാധയോ ശുഭാ. ന സന്ധിമായിനസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണി. സ യാചിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവാർത്ഥകാമുകപ്രാദാൽ യാജ്ഞാഭംഗമതർക്കയൻ. തമേകദാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരൽ വനേ. പ്രസേനം സഹയം ഹത്വാ മണിമാച്ഛിദ്യ കേസരി ഗിരിം വിശഞ്ചാംബവത നിഹതോ മണിമിച്ഛതാം. സോപി ചക്രേ കുമാരസ്യ മണിം ക്രീഡനകമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാത സത്രാജിൽ പര്യതപ്യത. പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗത
ഭ്രാതാ മമേതി തച്ഛ്രുത്വാ കർണേ കർണേ ജപഞ്ജന ഭഗവാംസ്തദുപശ്രുത്യ ദുർയശോ ലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീമന്വപദ്യത നാഗരൈ ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാവനെ തം ചാദ്രിപൃഷ്ഠേ നിഹതമൃക്ഷേണ ദദൃശുർജന ഋക്ഷരാജബിലം ഭീമമന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാനവസ്ഥാപ്യ ബഹിപ്രജാ തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിന്നവതസ്ഥേർഭഗാന്തികേ സ വൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാത്മനാ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിൽ ദ്വന്ദ്വയുദ്ധം സുതുമൂലം ഉഭയോർവിജിഗീഷതോ ആയുധാശ്മദ്രുമൈർദോർഭി ക്രവ്യാർത്ഥേ ശേനയോരിവ ആസീത് തദഷ്ടാവിംശമിതരേതരമുഷ്ടിഭി വജ്രനിഷ്പേഷപരുഷൈരവിശ്രമമഹർനിശം ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജ സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം ത്വം ഹി വിശ്വസൃജാം സ്രഷ്ടാ സൃജ്യാനാമപി യച്ഛസൽ കാലകലയതാമീശ പരാത്മാ തഥാത്മനാം യസ്യേഷ ദുത്കലിതലോഷകടാക്ഷമോക്ഷൈർവർമാദിശൽ ക്ഷുഭിതനക്രതിമിംഗിലോബ്ധി സേതുകൃതസ്വേഷ ഉജ്ജ്വലിതാചലങ്കാ രക്ഷശിരാംസി ഭുവി പേതുരിഷുക്ഷതാനി ഇതി വിജ്ഞാത വിജ്ഞാനമൃക്ഷരാജാനമച്യുത വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുത അഭിമൃശ്യാരവിന്ദാക്ഷ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാ മണിഹേതോരിഹ പ്രാപ്ത വയമൃക്ഷപതേ ബിലം മിഥ്യാഭിശാപം പ്രമൃജന്നാത്മനോ മണിനാമുന ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാംബവതീം മുദാ അർഹണാർത്ഥം സമണിനാ കൃഷ്ണായോപജഹാരഃ അദൃഷ്ട്വാ നിർഗമം ശൗരേ പ്രവിഷ്ടസ്യ ബിലം ജനാ പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം യയു നിശമ്യ ദേവകീ ദേവി രുക്മിണ്യാനകദുന്ദുഭി സുഹൃദോ ജ്ഞാതയോ ശോചൻ ബിലാൽ കൃഷ്ണമനിർഗതം തേഷാം തു ദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാ സച പ്രാദുർബഭൂവ സിദ്ധാർത്ഥ സദാരോ ഹർഷയൻ ഹരി ഉപലഭ്യ ഹൃഷീകേശം മൃതം പുനരിവാഗതം സഹ പത്ന്യാമണിഗ്രീവം സർവേ ജാതമഹോത്സവ സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ ന്യവേദയൽ സചാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതാ അനുതപ്യമാനോ ഭവനമഗമൽ സ്വേന പാപ്മനാ സോനുധ്യായം തദേവാഘം ബലവത് വിഗ്രഹാകുല കഥം മൃജാമ്യാത്മരജ പ്രസീദേൽ വാച്യുത കഥം ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനസ്തസ്യ ശാന്തിർന ചാന്യഥാ ഏവം വ്യവസിതോ ബുദ്ധ്യാ സത്രാജിൽ സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ താം സത്യഭാമാം ഭഗവാനുപയേമേ യഥാവിധി ബഹുഭിർയാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം ഭഗവാനാഹ നമണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ഫലഭാഗിന ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ സ്യമന്തഗോപാഖ്യാനം നാമ ഷഡ്പഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കരുണാ കടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ, അതിൽ ഇന്ന് ദശമസ്കന്ധം 56-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ അധ്യായമാണ് പാരായണം ചെയ്ത് നമ്മൾ സമർപ്പിച്ചത്. 56-ാമത്തെ അധ്യായത്തിൽ സത്രാജിത്തിൻ്റെ പുത്രിയായ സത്യഭാമ, ജാംബവാന്റെ പുത്രിയായ ജാംബവതി, ഇവരെ ഭഗവാൻ വിവാഹം ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ, അതിന് കാരണമായിട്ടുള്ള ഭഗവാന്റെ അത്ഭുതകരമായ വളരെ രസകരമായ ഭക്തി നിർഭരമായ ലീലകളാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, സത്രാജിതഃ സ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷ സ്യമന്തകേന മണിന സ്വയമുദ്യമ്യ ദത്തവാൻ എന്ന് അവിടെ പറയുന്നു. സത്രാജിതൻ അല്ലെങ്കിൽ സത്രാജിത്ത് എന്ന് നാം വിളിക്കുന്ന കൃഷ്ണായ കൃതകിൽബിഷ, കൃഷ്ണനായിക്കൊണ്ട് ചെയ്യപ്പെട്ട കൽമഷത്തോടുകൂടിയ സത്രാജിതൻ, സ്യമന്തകേന മണിന, സ്യമന്തകമണിയോടുകൂടി സ്വതനയാം സ്വയം ഉദ്യമ്യ ദത്തവാൻ, തൻ്റെ പുത്രിയെ താൻ തന്നെ ശ്രമിച്ച് ദാനം ചെയ്തു, മകളെ വിവാഹം ചെയ്തു കൊടുത്തു, കന്യാദാനം ചെയ്തു എന്നാണ്. സത്യഭാമ തുടങ്ങിയ പത്നിമാരെ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ച ശേഷം ആണ് പ്രദ്യുമ്നൻ്റെ ആ കഥ നടക്കുന്നത്. എന്നാൽ ആദ്യം പ്രദ്യുമ്നൻ്റെ കഥ പറഞ്ഞു, അതിനുശേഷമാണ് ഇനി സത്യഭാമ തുടങ്ങിയവരെ ഭഗവാൻ വിവാഹം ചെയ്ത കഥ പറയുന്നത്. ഈ രണ്ട് വിവാഹം സ്യമന്തകം എന്ന രത്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ കൂടിയാണ്. കൃഷ്ണന് ദുഷ്കീർത്തി ഉണ്ടാക്കിയ സത്രാജിതൻ അല്ലെങ്കിൽ സത്രാജിത്ത് തൻ്റെ പുത്രിയായ സത്യഭാമയെയും സ്യമന്തകം എന്ന രത്നത്തെയും, സ്യമന്തകേന മണിന, ആ രത്നത്തോടു കൂടി വിവാഹം ചെയ്തു കൊടുത്തു, കൃഷ്ണന് കൊടുത്തു എന്നാണ്. അപ്പോൾ സത്രാജിതനായാലും സത്രാജിത്തായാലും അതിൽ വ്യത്യാസമില്ല. സത്രാജിത കിമകരോൾ. അപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഹേ ബ്രഹ്മൻ, ബ്രാഹ്മണശ്രേഷ്ഠ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്ന ശ്രീശിവ ബ്രഹ്മശ്രേ, സത്രാജിത്ത് കൃഷ്ണന് കിം കിൽബിഷം, എന്ത് ദോഷമാണ് ചെയ്തത്? അകരോത് തസ്യ സ്യമന്തക കുത, ആ സമന്തകരത്നം എവിടെ നിന്ന്? ഹരേ, കൃഷ്ണനായിക്കൊണ്ട് പുത്രി കസ്മാത്, എന്ത് കാരണം കൊണ്ട് ഒക്കെ ദത്ത, ദാനം ചെയ്തു. ഈ സമന്തകരത്നം എവിടെ നിന്നാണ് കിട്ടിയത്? എന്തുകൊണ്ടാണ് സത്യഭാമയെ ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തത്? എന്നിങ്ങനെയുള്ള സംശയങ്ങൾ പരീക്ഷിത്ത് പങ്കുവയ്ക്കണം. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സംവാദ രൂപത്തിലാണ് ഭാഗവതം. ശ്രോതാവിൻ്റെ താല്പര്യമാണ് വക്താവിനെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നത്. കഥ വിസ്തരിച്ചു കേൾക്കാൻ താല്പര്യമുള്ള പരീക്ഷിത്ത് അവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുള്ള മറുപടി ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ആസീൽ സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഖാ പ്രീതസ്തസ്മൈ മണിം പ്രാദാൽ സൂര്യസ്തുഷ്ടസ്യമന്തകം. ഭക്തസ്യ സത്രാജിത, ഭക്തനായ സത്രാജിത്തിന് സൂര്യൻ പരമഹ സഖ ആസീത്, ഏറ്റവും പൂജ്യനായ ഇഷ്ടപ്പെട്ട ആളായിട്ട്, സ്നേഹിതനായി, കൂട്ടുകാരനായി മാറി. പ്രീത, സന്തോഷിച്ച, പ്രീതിയുള്ള, തുഷ്ട, സന്തോഷിച്ച സൂര്യൻ തസ്മൈ സ്യമന്തകം മണിം പ്രാതാൽ, ആ സത്രാജിത്തിന്
സ്യമന്തകം എന്ന രത്നത്തെ കൊടുത്തു. സതം ബിഭ്രദ്മണിം കണ്ഠേ ഭ്രാജമാനോ യഥാരവി പ്രവിഷ്ടോ ദ്വാരകാം രാജം തേജസാ നോപലക്ഷിത. ആ സത്രാജിത്താവട്ടെ തം മണിം കണ്ഠേ ബിഭ്രൻ, ആ രത്നത്തെ കഴുത്തിൽ ധരിച്ചുകൊണ്ട് യഥാരവി ഭ്രാജമാന, സൂര്യനെ പോലെ ശോഭിക്കുന്നവനായിട്ട്, അല്ലയോ പരീക്ഷത്തെ, തേജസ ന ഉപലക്ഷിത, തേജസ് കൊണ്ട് അറിയപ്പെടാത്തവനായിട്ട് ദ്വാരകാം പ്രവിഷ്ട, ദ്വാരകയിലേക്ക് എത്തി. തേജസ് കൊണ്ട് അറിയപ്പെടാത്തവനായി എന്ന് പറഞ്ഞാൽ ഇതാരാണ് എന്ന് പോലും ദ്വാരകയിലുള്ള ആളുകൾക്ക് അറിയണില്ല. സത്രാജിത്ത് ആ രത്നം കഴുത്തിലങ്ങോട്ട് ധരിച്ചതോടുകൂടി അതിൻ്റെ ശോഭ, അതിൻ്റെ പ്രഭ, അതിൻ്റെ കാന്തി, ആ സൂര്യന് തുല്യമായ ശോഭയോടുകൂടിയാണ് സത്രാജിത്ത് ഈ രത്നം കഴുത്തിൽ ധരിച്ചും കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദ്വാരകയിലേക്ക് വരുന്നത്. തം വിലോക്യ ജനാദൂരാ തേജസാ മുഷ്ടദൃഷ്ടയാ ദിവ്യതേക്ഷേർ ഭഗവതേ ശശംസു സൂര്യശങ്കിത. തേജസാ മുഷ്ടദൃഷ്ടയ, തേജസ് കൊണ്ട് തിരസ്കരിക്കപ്പെട്ട കണ്ണുകളോടുകൂടിയ ജനങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ കണ്ണുകൾ അങ്ങനെ ആ തേജസ് കൊണ്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ദൂരാത് തം വിലോക്യ, അങ്ങ് അകലെ നിന്ന് ആ ജനങ്ങൾ സത്രാജിത്തിനെ കണ്ടിട്ട് സൂര്യശങ്കിത, സൂര്യൻ തന്നെ എന്ന് സംശയിച്ചു. സൂര്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്, സ്വരൂപം സ്വീകരിച്ചു വരികയാണ് എന്ന് അക്ഷയ് ദിവ്യത്തെ, അക്ഷങ്ങൾ കൊണ്ട് ക്രീഡിക്കുന്ന ഭഗവാനെ കൊണ്ട് ഭഗവാനോട് പറഞ്ഞു എന്നാണ്. ശ്രീകൃഷ്ണൻ എന്തു ചെയ്യണു? ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സത്രാജിത്തിൻ്റെ വരവ്. കണ്ട ദ്വാരകാവാസികൾ അവരുടെ കണ്ണഞ്ചിപ്പോയി. അവർ വിചാരിച്ചത് സൂര്യൻ തന്നെയാണ് ഈ വരുന്നത് എന്നാണ്. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് അവര് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന. നാരായണ, നാരത്തിൽ ശയിക്കുന്നവൻ ആരാണോ അയാളാണ് നാരായണൻ. അപ്പോൾ ഇവിടെ കാരണജലത്തിൽ ശയിക്കുന്ന ശംഖചക്ര ഗദാധര, ശംഖ ചക്രം ഗദ എന്നിവയൊക്കെ ധരിച്ച ദാമോദര, ദാമം കൊണ്ട് അമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്നു കൃഷ്ണൻ ഹരി. ദാമോദരൻ, ഉദരത്തിൽ കയറോടുകൂടിയ ആ ഭഗവാനെ. അരവിന്ദാക്ഷ, താമരക്കണ്ണ. ഗോവിന്ദ, ഗോകുലത്തെ എന്നും രക്ഷിക്കുന്ന ഭഗവാനെ. യദുനന്ദന, യാദവന്മാരുടെ മുഴുവൻ ആ അനന്തമായിരിക്കുന്നവനെ. തേ നമ, അങ്ങയ്ക്ക് നമസ്കാരം. ശ്രീകൃഷ്ണനെ നമസ്കരിക്കാൻ സൂര്യൻ വരുന്നു എന്നാണ് തോന്നിയത്. ദേ നോക്കൂ ഭഗവാനെ, ദാ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയണു അവിടെ ദ്വാരകയിലെ യാദവന്മാർ. ഏഷ ആയാതി സവിത ത്വാം ദിദൃക്ഷുർജഗൽപതേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷുംഷി തിഗ്മഗു. ജഗത്പതേ, ലോകനാഥ, അങ്ങയെ കാണാൻ ദിദൃക്ഷു തിഗ്മഗു, അതികഠിനമായ രശ്മികളോടുകൂടിയ ഏഷ സവിത, ഈ സൂര്യൻ ഗഭസ്തി ചക്രേണ, രശ്മിജ്വാലകൾ കൊണ്ട് നൃണാം ചക്ഷുംഷി മുഷ്ണൻ, ജനങ്ങളുടെ കണ്ണുകളെ പ്രതിഹനിച്ചും കൊണ്ട് ആയാതി ദാ വരുന്നു. കണ്ണുകളൊന്നും തുറക്കാൻ പറ്റണില്ല, കണ്ണൊക്കെ അടഞ്ഞു പോവുകയാണ് ആ തേജസ്സിൻ്റെ പ്രഭാപൂരം കൊണ്ട്. ഹേ സർവലോകാധിപതേ ജഗത്പതേ, അവിടുത്തെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂര്യഭഗവാൻ ഇതാ തൻ്റെ കിരണസമൂഹങ്ങളുടെ പ്രഭ കൊണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ മുഴുവൻ കണ്ണടപ്പിച്ച് കണ്ണനാമുണ്ടിയായ അവിടുത്തെ കാണാനായി സാക്ഷാൽ സൂര്യനിത വന്നുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞു: നന്വിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുധർഷഭ ജ്ഞാത്വാദ്യ ഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജ പ്രഭോ.
ത്രിലോക്യാം വിബുധർഷഭ, 3 ലോകത്തിൽ ദേവാധിപതികൾ അങ്ങയുടെ വഴിയെ അന്വിച്ഛന്തീനു, അന്വേഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ് അങ്ങയുടെ ഗതിയെ. പ്രഭോ അദ്യ, ഇപ്പോൾ യാദവന്മാരിൽ ഗൂഢം ജ്ഞാത്വ, യാദവനായിട്ട് മറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കി, അജൻ ത്വാം, അങ്ങയെ ദ്രഷ്ടും യാതി, ദാ വന്നുകൊണ്ടിരിക്കുന്നു. നോക്കൂ, അങ്ങ് സർവസമർത്ഥനാണ്. ദേവാധിപതികളായ ബ്രഹ്മാദി ദേവന്മാർ മുഴുവൻ അവിടുന്ന് എവിടെയാണ് എന്ന് എല്ലാ ലോകങ്ങളിലും തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ യാദവന്മാരുടെ മധ്യത്തിൽ അങ്ങ് കപടമാനുഷവേഷം കെട്ടി ഒളിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ച് സൂര്യഭഗവാൻ ഇതാ അങ്ങയെ കാണാനായിട്ട് വരുന്നു. ശ്രീ ശുബ്രഹ്മർഷി പറഞ്ഞു, നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചന പ്രാഹ നാസൗ രവിർദേവ സത്രാജിന്മണിനാജ്വലൻ. ബാലവചനം, ആ ബാലിശമായ അല്ലെങ്കിൽ കുട്ടികളുടെ വാക്കുകൾ കേട്ടിട്ട് ആ വാക്കുകളെ അംബുജലോചന, അരവിന്ദാക്ഷൻ താമരക്കണ്ണൻ, നിശമ്യ കേട്ടിട്ട്, പ്രഹസ്യ അസൗ ദേവ രവി ന, ചിരിച്ചും കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇത് ദേവനായ സൂര്യൻ അല്ല, മണിനാജ്വലൻ, രത്നം കൊണ്ട് പ്രകാശിക്കുന്ന സത്രാജിത്താണ് എന്ന് പ്രാഹ അവരോട് പറഞ്ഞു. ഈ വരുന്ന ആൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സൂര്യനല്ല, മറിച്ച് സൂര്യൻ നൽകിയ രത്നം ധരിച്ചു വരുന്ന സത്രാജിത്ത് എന്ന യാദവനാണ് ഈ വരുന്നത് എന്നാണ്. സത്രാജിൽ സ്വഗൃഹം ശ്രീമൽ കൃതകൗതുകമംഗളം പ്രവിശ്യ ദേവസദനേ മണിം വിപ്രൈർണ്യവേശയൽ. സത്രാജിത്ത് കൃതകൗതുകമംഗള, കൗതുകമായ മംഗളത്തോടു കൂടിയതും ശ്രീമത് ശ്രീയുള്ളതുമായ സ്വഗൃഹം തൻ്റെ ഭവനത്തിലേക്ക് എത്തിയിട്ട് ദേവസദനെ വിപ്രൈ മണിം ന്യവേശയൽ, സൂര്യനിൽ നിന്ന് രത്നം കിട്ടി ഇല്ലേ. സത്രാജിത്ത് ശ്രീമത്തായിരിക്കുമ്പോഴും നോക്കൂ, മംഗളകരമായിരിക്കുന്ന തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. ബ്രാഹ്മണരുടെ കയ്യിൽ ഈ രത്നത്തെ കൊടുത്തു. സത്രാജിത്തിൻ്റെ ഇഷ്ടദേവതയായി സൂര്യനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന ആ ദേവയജ്ഞശാലയിൽ ഈ രത്നത്തെയും ഒരു പീഠത്തിൽ പൂജിക്കാനായിട്ട് വെച്ചു. ദിനേ ദിനേ സ്വർണഭാരാനഷ്ടൗ സസ്രവതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാധിവ്യാധയോശുഭാ ന സന്തി മായിനസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണി. ഈ മണിയുടെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, അഭ്യർച്ചിത പൂജിക്കപ്പെടുന്ന സാ മണി, ആ രത്നം, യത്ര ഏത് സ്ഥലത്തിൽ ആസ്തെ ഉണ്ടോ അവിടെ, ഹേ പരീക്ഷിത്തെ, ദിനേ ദിനേ അഷ്ടൗ സ്വർണഭാരാൻ, ദിവസവും 8 ഭാരം സ്വർണം അത് നിന്ന് ലഭിക്കുമെന്നാണ്. ദുർഭിക്ഷമാര്യ അരിഷ്ടാനി, ദുർഭിക്ഷത, അതേപോലെ പലതരത്തിലുള്ള ദോഷങ്ങൾ, ഇതൊന്നും അശുഭ ദുഃഖ, ആ അശുഭം ആയിരിക്കുന്ന ദുഃഖഹേതുക്കളായിരിക്കുന്ന സർപ്പാധിവ്യാധയ, സർപ്പഭയം, മനോദുഃഖം, രോഗം, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ നസന്തി ആണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്യമന്തകമണി പൂജിക്കുന്ന ഇടത്ത് രാജ്യത്ത് തന്നെ ദുർഭിക്ഷത ഉണ്ടാവില്ല, പട്ടിണി ഉണ്ടാവില്ല, അകാല മരണം ഉണ്ടാവില്ല, സർപ്പഭയം, ആധി, വ്യാധി, ഭൂതപ്രേത പിശാചാദി ബാധകൾ, ഇതൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് പൂജിക്കുന്ന ആൾക്ക് ഓരോ ദിവസവും 8 ഭാരം സ്വർണം, ഒരു ഭാരം എന്ന് പറഞ്ഞാൽ 200 കിലോ എന്നൊക്കെ സങ്കല്പം ചെയ്യാറുണ്ട്. അപ്പം അത്രയും സ്വർണം ആ കിട്ടും എന്നുള്ളതാണ്. സയാചിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവാർദ്ധകാമുക പ്രാതാൽ യാജ്ഞാഭംഗമതർക്കയൻ. ഒരിക്കൽ യദുരാജാവായ ആ ഉഗ്രസേനു വേണ്ടി, യദുരാജായ ശൗരിണ ആ ശ്രീകൃഷ്ണൻ, മണിം സാ യാചിത, ആ മണിയെ ഉദ്ദേശിച്ച് യാചിച്ചു. ആരുടെ അടുത്ത്? സത്രാജിത്തിൻ്റെ അടുത്ത്. ഭഗവാൻ പറഞ്ഞു, ഈ രത്നം ഉഗ്രസേന മഹാരാജാവിൻ്റെ ഖജാനയിൽ സ്വീകരിച്ചോളൂ
എന്നാൽ അർദ്ധകാമുക, അർദ്ധാശത്തിൽ വലിയ ആശയുള്ള ആ സത്രാജിത്ത് യാജ്ഞാഭംഗം, യാചിച്ചത് കൊടുക്കാത്തതിനുള്ള ദോഷത്തെ ആലോചിക്കാതെ ന പ്രാദാത് ഏവ, കൊടുത്തില്ല. ആരാണ് യാചിക്കുന്നത് എന്ന് പോലും ആലോചിച്ചില്ല. നോക്കൂ, ഈ രത്നം ജനക്ഷേമത്തിന് പാകമായ രീതിയിൽ ഉഗ്രസേന ചക്രവർത്തിയുടെ ഖജാനയിലാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടത്, രാജാവിൻ്റെ സ്വാധീനത്തിൽ വേണം എന്ന രീതിയിൽ ഭഗവാൻ സത്രാജിത്തിനോട് ചോദിച്ചു. പക്ഷേ ഭഗവാൻ യാചിച്ചത് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദോഷമാണ്. അതുപോലും ആലോചിച്ചില്ല. അർദ്ധകാമുക എന്നാണ്. അർദ്ധാശയിൽ മഗ്നനായ സത്രാജിത്ത് സ്വയമേവോത്തമം ദ്രവ്യം മഹതേർപ്യം പരാതരാൽ തദാചിതയപ്യദാനേതോ പരോനർത്ഥേത്ര സൂചിത എന്നാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സാധനം മഹാന്മാർക്ക് സ്വയമേവ കൊടുക്കുകയാണ് വേണ്ടത്. ശ്രീകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത്. ചോദിച്ചിട്ട് പോലും അത് കൊടുത്തില്ല. അപ്പോൾ ഏറ്റവും വലിയ ദോഷമാണ്. ഏതായാലും അനർത്ഥ നിവർത്തക പദാർത്ഥമാണ്. അത് ഭഗവാന് സമർപ്പിക്കാതെ സ്വയം അനുഭവിച്ചാൽ അത് തന്നെ നമുക്ക് അനർത്ഥത്തിന് കാരണമായിട്ട് തീരും എന്ന് പറയുന്നു. നൈവപ്രാതൻ, ഒരിക്കലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പല പ്രാവശ്യം ഭഗവാൻ ചോദിച്ചു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം നിങ്ങളുടെ പക്കലിരുന്നാലും എൻ്റെ പക്കലിരുന്നാലും എന്താണ് ഭേദം, ഇപ്പം തരാൻ പറ്റില്ല, പിന്നെ കൊണ്ടുപോവാം എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു. ഭഗവാന് കൊടുത്തതേ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ഭാഗത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. ഈ അർദ്ധത്തെ നൽകുന്ന, സ്വർണത്തെ നൽകുന്ന രത്നം കൊണ്ടുണ്ടായ അനർത്ഥങ്ങളെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഭഗവാന്റെ 2 വിവാഹങ്ങൾക്ക് കൂടി ഇത് കാരണമായി ഈ സ്യമന്തകരത്നം എന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.